ഹലോ, നമുക്ക് ബണ്ണ് കൊണ്ടൊരു ചെറിയ കടി ഉണ്ടാക്കിയാലോ? ഈ ബണ്ണ് നേരിട്ട് കൊടുത്താൽ ആരും ഇത് കഴിക്കില്ല, പിള്ളേർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്കത് ചെറിയ രീതിയിൽ ഉണ്ടാക്കി കൊടുത്ത് നോക്കാം. ഇത് ബണ്ണിന് നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ഇനി നമ്മളിതിന് ഒരു നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാൻ പോവാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ശകലം ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചെടുത്തതാണേ. ഇതിലോട്ട് നമ്മൾ ശകലം മൈദ ചേർക്കുന്നു, ശകലം വെളുത്തുള്ളി, കറിവേപ്പില, ശകലം ഉപ്പ്, ശകലം മുളക് പൊടി, ശകലം മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് നമ്മൾ നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ കുഴച്ചെടുക്കും. ഈ കുഴച്ചതിനകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ കഷ്ണിച്ച് വെച്ച ബണ്ണില്ലേ അതും കൂടെ അങ്ങ് ചേർത്ത് അങ്ങ് കുഴയ്ക്കണം. വലിയ രീതിയിൽ കുഴയ്ക്കാൻ പറ്റിയില്ലാത്തതുകൊണ്ടാണ് കഷ്ണിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. സോസ് പാൻ ഉള്ളവർക്ക് ഏറ്റവും നല്ലത്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോസ് പാനിനകത്ത് കരിയൊന്നുമില്ല. എനിക്ക് ചിലത് കരിഞ്ഞു പോയി കണ്ടോ, ചിലത് എൻ്റെ കരിഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾ സോസ് പാനിനകത്ത് ചെറുതീയിലിട്ട് വെച്ച് കഴിയുമ്പം നിങ്ങൾക്കത് നല്ല രീതിയിൽ കിട്ടും. നല്ല ടേസ്റ്റി ആട്ടോ ഈ പലഹാരം. വീട്ടിലൊന്നും ഉണ്ടാക്കി കൊടുക്കണേ പിള്ളേർക്കൊക്കെ കേട്ടോ. ബണ്ണ് മേടിക്കുമ്പം ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം നല്ല ടേസ്റ്റിയാണ്. വൈകുന്നേരം പിള്ളേർ സ്കൂൾ വിട്ട് വയ്ക്കുമ്പോൾ ചെയ്ത് കൊടുക്കാം. എല്ലാവരും നല്ല രീതിയിൽ കഴിച്ചോളും. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.